ശ്രീ ബി രാജേഷ്, ഇതിലിപ്പോൾ കേന്ദ്ര സർക്കാർ മാനവ വിഭവശേഷി മന്ത്രാലയം ഇത്രക്ക് വാശി പിടിക്കുന്നത് എന്തിനാണ്? നമ്മുടെ കുട്ടികളാണ്, നമ്മുടെ വിദ്യാർത്ഥികളാണ്, ഭാവിയിലെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ആളുകളാണ് ഈ തല്ലുകൊള്ളുന്നത് എന്നത് മനസ്സിലാക്കി അവരുടെ ആവശ്യങ്ങൾക്ക് ഒന്ന് വഴങ്ങി നിന്നുകൊടുത്ത് ഈ അപ്പാറാവുവിനെ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയാൽ എന്താണ്? അന്വേഷണം കഴിയുന്നത് വരെയെങ്കിലും. അല്ല സനീഷ്, അങ്ങനെയുള്ള ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല എന്നുള്ളതാണ് എൻ്റെ. താങ്കൾ ചോദിച്ച ചോദ്യത്തെ ഞാൻ തള്ളിക്കളയുകയല്ല. ഒന്ന്, ഈ വിദ്യാർത്ഥികൾ എല്ലാം തന്നെ സർക്കാരിന്റെ ഭാഗമാണ്. ഒരു വിദ്യാർത്ഥിക്കും തല്ലുകിട്ടാൻ പാടില്ല എന്നുള്ളതൊക്കെ തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ഇതിന്റെ പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ പ്രേരിതമായുള്ള സമരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പങ്കെടുത്ത യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളുടെ പ്രതിനിധി തന്നെ പറയുകയുണ്ടായി, കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് 9 ദലിത് വിദ്യാർത്ഥികൾ അവിടെ ആത്മഹത്യ ചെയ്തു. അതോടൊപ്പം തന്നെ ഡോക്ടർ ടി.വി. മധു പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു, ദളിത് വിദ്യാർത്ഥികളുടെ പ്രശ്നം ഒരു വളരെ വലിയ പ്രശ്നമാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നു, ഈ പ്രശ്നം ഭാരതത്തിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ഈ ജാതിയുടെ പേരിലുള്ള വേർതിരിവിന്, ഉച്ചനീചത്വത്തിന് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും നമ്മളൊക്കെ തന്നെ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്, പൊതുസമൂഹമുണ്ട്. നമുക്ക് ഒരുമിച്ച് ചർച്ച ചെയ്തുകൊണ്ട് ദളിത് വിദ്യാർത്ഥികളുടെ, ദളിത് സമൂഹത്തിന്റെ പ്രശ്നം നമുക്ക് ഒരുമിച്ച് എങ്ങനെ പരിഹരിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ശ്രമിക്കാം. ഈ അക്രമ സമരങ്ങൾ നമുക്കിവിടെ അവസാനിപ്പിക്കാം. പോലീസിന്റെ കേസന്വേഷണം നടക്കട്ടെ. രോഹിത് വെമുലയുടെ ആത്മഹത്യയിൽ അബ്ബാറാവ് ഉൾപ്പെടെയുള്ളവർ കുറ്റക്കാരാണെങ്കിൽ അവരെ ശിക്ഷിക്കപ്പെടട്ടെ. ഞാൻ സൂചിപ്പിക്കുന്നത്, ഗവൺമെന്റിനെ ഒരു ഭാഗത്ത് നിർത്തിക്കൊണ്ട് മറുഭാഗത്ത് ഗവൺമെന്റിനെതിരെ ഉള്ളവരെ എല്ലാവരെയും കൂടി സംഘടിപ്പിച്ചുകൊണ്ട് ഗവൺമെന്റ് ദളിത് വിരുദ്ധരാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് എത്ര അക്രമം കാട്ടിയാലും ഈ പ്രശ്നം പരിഹരിക്കാൻ പോകുന്നില്ല. ഈ ഗവൺമെന്റ് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഓരോ ബാങ്കിനോടും പറഞ്ഞല്ലോ, നിങ്ങൾ മുദ്രാ പദ്ധതിയിൽ ലോൺ കൊടുക്കുമ്പോൾ നിങ്ങൾ ഓരോ ബാങ്കും ഓരോ ദളിത് എന്റർപ്രണേഴ്സിന് ലോൺ കൊടുക്കണം എന്ന് ഈ ഗവൺമെന്റ് പറഞ്ഞു. എന്താ അത് പറയാൻ കാരണം? ദളിത് സമൂഹത്തിന്റെ പ്രശ്നം ആ രീതിയിൽ സാമ്പത്തികമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന്റെ ഒരു തുടക്കമാണ്. അവരെ ദേശീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. അങ്ങനെ നമ്മളെല്ലാ മാധ്യമങ്ങൾ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് പരിഹരിക്കേണ്ട ഒരു പ്രശ്നം ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തി കുറെ അക്രമം സംഘടിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പരിഹരിക്കാമെന്നാണ് കോൺഗ്രസും മറ്റാരെങ്കിലും ധരിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഭീഷണിക്ക് വഴങ്ങുന്ന ഗവൺമെന്റ് അല്ല ഈ ഗവൺമെന്റ്. ഇനി വേറൊന്ന്, ഇവിടെ സംസാരിക്കുകയുണ്ടായി, ദളിത് കീഴാള രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഞാൻ ചോദിക്കട്ടെ, ദളിത് കീഴാള രാഷ്ട്രീയത്തിന്റെ കുത്തകാവകാശം നിങ്ങൾക്കാരാ പതിച്ചു തന്നിട്ടുള്ളത്? നിങ്ങളും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു, ബഹുമാനിക്കുന്നു, അതിനെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. പക്ഷേ ഈ രാജ്യത്ത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റിന്റെ ഡ്യൂട്ടിയാണ് ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുക, ദളിതരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിനെ ചെയ്യാനുള്ള അവകാശമുണ്ട്, ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് BJP ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗങ്ങളെയും ദളിതരെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പാർട്ടിയാ. ഞങ്ങളും അത് ചെയ്യുന്നു. അപ്പോൾ ദളിത് കീഴാള രാഷ്ട്രീയത്തിന്റെ കുത്തകാവകാശം നിങ്ങൾക്ക് ആരും തീരെഴുതി തന്നിട്ടില്ല. അങ്ങനെ അവകാശപ്പെടാനും പാടില്ല. അതിനു മുന്നിൽ ഞങ്ങൾ മുട്ടുമടക്കുകയുമില്ല. അതിനു മുന്നിൽ മുട്ടുമടക്കുകയില്ല എന്നാണ് ശ്രീ ഡോക്ടർ ടി.വി. മധു, BJPയുടെ നിലപാട്. അംബേദ്കർ ജന്മദിനം എല്ലാ വർഷവും ആഘോഷിക്കണമെന്ന് നരേന്ദ്രമോദി, അമിത്ഷാ ഒക്കെ പാർട്ടി പ്രവർത്തകർക്ക് ആഹ്വാനം നൽകിയിട്ടുണ്ട്. ഓർഗനൈസറിലും പാഞ്ചജന്യയിലും ഒക്കെ അംബേദ്കറിന്റെ മഹത്വങ്ങൾ വർണ്ണിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ വരുന്നുണ്ട്. ഞങ്ങളാണ് അംബേദ്കറിന്റെ ആളുകളെന്ന് RSSും BJPയും ആവർത്തിക്കുന്നുണ്ട്. അങ്ങനെയിരിക്കെ ഞങ്ങളെ മറുപക്ഷത്താക്കിക്കൊണ്ട് ഞങ്ങൾ എന്തോ ഉണ്ടാകുന്ന കുഴപ്പമാണ് എന്ന് പറയേണ്ടതില്ല എന്ന് ആണ് BJPയുടെ വാദം. എന്തുകൊണ്ടാണ് നൂറ്റാണ്ടുകളായി തുടരുന്നതാണ് ദളിത് അടിമത്തം, ദളിതുകൾക്ക് നേരെയുള്ള ആക്രമം എങ്കിൽ അത് ഈ നരേന്ദ്രമോദി സർക്കാരിന്റെ വരവിന് ശേഷം സവിശേഷമായി എടുത്തു കാണിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? എന്നോടാണോ ചോദ്യം? അതെ. വാസ്തവത്തിൽ ഇതിൽ ബി രാജേഷ് പറഞ്ഞ ചില കാര്യങ്ങളിൽ മാത്രമാണ് എനിക്ക് പ്രതികരിക്കാനുള്ളത്. അതിൽ മറ്റ് രാഷ്ട്രീയമായിട്ടുള്ള ചർച്ചകളിൽ ഞാനിപ്പോൾ തൽക്കാലം അതിലേക്ക് കടക്കുന്നില്ല. വാസ്തവത്തിൽ ഇതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോഴും ബി രാജേഷ്, ഞാൻ നേരത്തെ ഉന്നയിച്ച, ഞാനും ഹൈദരാബാദിൽ നിന്നുള്ള വിദ്യാർത്ഥി പ്രതിനിധിയും ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് വാസ്തവത്തിൽ ഒരു മറുപടിയും തന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നം നമുക്കറിയാമല്ലോ, ഒരു ആത്മഹത്യയാണ്, ഒരു വിദ്യാർത്ഥിയുടെ ആത്മഹത്യയാണ്. ഈ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക മരണമല്ല എന്ന് നമുക്കറിയാം. അതൊരു ആത്മഹത്യ ആണെങ്കിൽ അതിൻ്റെ പിന്നിൽ അതിലേക്ക് നയിച്ച ചില കാരണങ്ങളുണ്ട്, അതിൻ്റെ സാഹചര്യങ്ങളുണ്ട്. ഈ സാഹചര്യങ്ങളെ കുറിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഈ അന്വേഷണം നടക്കുമ്പോൾ സ്വാഭാവികമായ ഒരു നീതി എന്നുള്ളത് ആ സ്ഥാപനത്തിൻ്റെ അധികാരിയായിട്ടുള്ള വൈസ് ചാൻസലർ അവിടെ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്.
അത് സസ്പെൻഷൻ വേണ്ട, അദ്ദേഹം ലീവ് എടുത്ത് മാറി നിൽക്കുന്നു. ആ ലീവ് എടുത്ത് മാറി നിൽക്കുന്ന ഒരാൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ തിരിച്ചു വന്നത് എന്തുകൊണ്ട്? ആ സാഹചര്യം മാറിയോ? അദ്ദേഹം ലീവിൽ പ്രവേശിച്ചത് എന്തുകൊണ്ടാണെന്ന് എല്ലാവർക്കും അറിയാം. വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടല്ല അദ്ദേഹം ലീവ് എടുത്ത് പോയത്. അതുകൊണ്ട് ആ സാഹചര്യം മാറിയോ എന്നുള്ളതാണ് ആദ്യം വ്യക്തമാക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇവിടെ വരികയും ഇപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ട്? എന്തായാലും ഒരു സർവകലാശാലയെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളെക്കാൾ പ്രധാനമല്ല വൈസ് ചാൻസലർ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വിദ്യാർത്ഥികൾക്ക് എന്ത് സംഭവിച്ചാലും വൈസ് ചാൻസലറെ അവിടെ പിടിച്ചിരുത്തുമെന്ന നിർബന്ധ ബുദ്ധി ഒരു ഗവൺമെന്റിനുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള എന്ത് നിർബന്ധ ബുദ്ധിയാണ്, എന്താണ് അതിന്റെ പിന്നിലുള്ള ചേതോ വികാരം എന്ന് മനസ്സിലാക്കാൻ എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. അത് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഈ ദളിത് വിദ്യാർത്ഥികളുടെ പ്രശ്നം അല്ലെങ്കിൽ ദളിത് വിഭാഗങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറ്റു പല കാര്യങ്ങളുമാണ്. ഇത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ അറിയാം. ഇതിൽ സംഘപരിവാർ ശക്തികൾ ഈ കാര്യങ്ങളിൽ എടുത്ത നിലപാടുകൾ എന്താണെന്നുള്ളത് ചരിത്രം പഠിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും അറിയുന്നതാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഈ സവർണ മേധാവിത്വം ഒരു പ്രത്യയശാസ്ത്രപരമായ ഒരു പ്രശ്നമായിട്ട് ഉന്നയിക്കുകയും അത് കൊണ്ടു നടക്കുകയും ചെയ്യുന്ന സംഘപരിവാര രാഷ്ട്രീയത്തിന്റെ ഇരകളാണ് വാസ്തവത്തിൽ ദളിത് രാഷ്ട്രീയത്തിന്റെ പക്ഷത്ത് നിൽക്കുന്ന ഈ വിദ്യാർത്ഥികൾ. അതുകൊണ്ട് അവരത് പരിഹരിക്കും. ഞങ്ങൾ ഇന്നു മുതൽ പരിഹരിക്കാൻ പോവുകയാണ്. അത് പരിഹരിക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം, ഭരണഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് എന്നതൊക്കെ നമുക്കൊരു ചാനൽ ചർച്ചയിൽ പറയാമെന്നല്ലാതെ അതിന്റെ ചരിത്രപരമായ കാരണങ്ങളിലേക്ക് പോകുമ്പോൾ അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് ഇവിടുത്തെ സംഘപരിവാര ശക്തികൾ. അവരിപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുക, ഒന്ന്. രണ്ട്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ മുഴുവൻ, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. JNUവിൽ സംഭവിച്ചു, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സംഭവിക്കുന്നു. ഈ സ്ഥാപനങ്ങളെ മുഴുവൻ പ്രത്യയശാസ്ത്രപരമായി ഐഡിയോളജിക്കലായിട്ടുള്ള അവരുടെ ബേസ് വർദ്ധിപ്പിക്കാനും വികസിപ്പിക്കാനും കഴിയില്ല എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് അവരുടെ ആശയപ്രപഞ്ചം എത്രത്തോളം ദരിദ്രമാണ്, ശുഷ്കമാണ് എന്ന് നമുക്കറിയാം. അപ്പോൾ അതിനുള്ളൊരു ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ഈ സ്ഥാപനങ്ങളെ ബലപ്രയോഗത്തിൽ പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. ബലപ്രയോഗത്തിലൂടെ ഈ സ്ഥാപനങ്ങളുടെ മേധാവിത്വം കൈക്കലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗം ഇത് BJP സർക്കാർ വന്നതിന് ശേഷം തുടരുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ സർക്കാർ ഈ സംഭവങ്ങൾ മുഴുവൻ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അതാണ് ശ്രീ മുഹമ്മദ് അഷ്റഫ്, നിങ്ങളുടെ ഇങ്ങനെയൊക്കെയാണ് സാഹചര്യങ്ങളെങ്കിൽ എന്തിരുന്നാൽ തന്നെയും മുട്ടുമടക്കുകയില്ല, പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ പിന്നോട്ട് പോവുകയില്ല എന്ന നിലപാട് കേന്ദ്ര സർക്കാർ BJP നല്ല ശക്തമായി തന്നെ എടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് നിങ്ങൾക്ക് വിജയിക്കാനാവുക ശ്രീ മുഹമ്മദ് അഷ്റഫ്? ഒന്നാമതായിട്ട് VV രാജേഷ് പറയുന്നത് ഇതൊരു അക്രമ സമരമാണെന്നാണ്. യാതൊരു അടിസ്ഥാനവുമില്ലാതെ തികച്ചും ജനാധിപത്യപരവും സമാധാനപരമായ ഒരു സമരത്തിന് അക്രമ സമരം എങ്ങനെയാണ് വിളിക്കുന്നത്? അത് ഓർഡർ ലംഘിച്ചിട്ടുണ്ടെന്ന് ഏതടിസ്ഥാനത്തിലാണ് പറയുന്നത്? പിന്നെ അതുപോലെ തന്നെ ദളിത് രാഷ്ട്രീയത്തിന്റെ കുറിച്ച് വേറെ ആരും സംസാരിക്കേണ്ട, അത് ഞങ്ങൾ കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ അത് BJP നോക്കിക്കോളും എന്ന് പറയുന്നത് ഞാൻ രോഹിത് വെമുലയുടെ കൊലപാതകത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ചോദിക്കുകയാണ് VV രാജേഷിനോട്. ABVP നേതാവായിരുന്ന സുശീൽ കുമാർ, അതുപോലെ തന്നെ BJP MP ആയ ബന്ദാരു ദത്താത്രേയ, MHRD മിനിസ്റ്റർ സ്മൃതി ഇറാനി, ഇവരുടെയൊക്കെ പങ്ക് വളരെ കൃത്യമാണ് രോഹിത് വെമുലയുടെ ആത്മഹത്യയിലുള്ള. അവനെ കൊന്ന സുശീൽ കുമാർ പ്രതിനിധീകരിക്കുന്ന ABVPയും പിന്നെ സ്മൃതി ഇറാനിയും ബന്ദാരു ദത്തത്തിനും പ്രതിനിധീകരിക്കുന്ന BJPയും എങ്ങനെയാണ് ദളിതുകളെ സംരക്ഷിക്കുന്നത്? എങ്ങനെയാണ് അവർ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നത്? ഒരുപാട് ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കിയ ചരിത്രവും വർത്തമാനവും ഉള്ള ഒരു രാഷ്ട്രീയ പ്രതിനിധി വന്നിട്ട് ഞങ്ങളതൊക്കെ ഏറ്റെടുക്കും, ഞങ്ങളതൊക്കെ ചെയ്യും, ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന എന്തടിസ്ഥാനത്തിലാണ് പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിലുള്ള സമരം നീതി കിട്ടുന്നതുവരെ തുടരുക തന്നെ ചെയ്യും. അത് BJP ചെയ്യുന്നത് പോലെയുള്ള അക്രമ സമരത്തിലൂടെ അടിച്ചമർത്തൽ നിയമം ലംഘിച്ചിട്ടോ ആയിരിക്കുകയില്ല. അത് തികച്ചും ജനാധിപത്യപരമായ രൂപത്തിൽ. തീർച്ചയായും വളരെ വളരെ നന്ദി ശ്രീ മുഹമ്മദ് അഷ്റഫ്. ഞാൻ ഇടപെടുന്ന സമയക്കുറവുകൊണ്ടാണ്. ശ്രീ റോജി ജോൺ, സമരം തുടരുക തന്നെ ചെയ്യും, വിദ്യാർത്ഥികൾ അതിൽ ഉറച്ചു തന്നെ നിൽക്കും എന്ന് വിചാരിക്കുക. പക്ഷെ അപ്പോൾ തന്നെയും എന്തുകൊണ്ടാണ് JNUവിൽ ഉണ്ടായിരുന്നത് പോലെ അതിശക്തമായ ഇടപെടൽ, അതേക്കാൾ കൂടുതൽ വലിയ അക്രമ സംഭവങ്ങൾ പോലീസ് ക്യാമ്പസിനകത്ത് കയറി നടത്തിയിട്ട് പോലും ഈ ഹൈദരാബാദ് സർവകലാശാലയിൽ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് എന്ന് വെച്ചാൽ പൊതുരാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാക്കാത്തത് എന്ന ചോദ്യം ചില ആളുകളെങ്കിലും ഉന്നയിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ അടക്കമുള്ള സാന്നിധ്യങ്ങൾ അവിടെയില്ല. എന്തുകൊണ്ടാണത്? ഇങ്ങനെ ഇടപെട്ടാൽ മതിയോ ഹൈദരാബാദ് സർവകലാശാലയിൽ ഇതിനകം നടന്ന അക്രമ സംഭവങ്ങളിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ? ശ്രീ രാഹുൽ ഗാന്ധി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഒരു വട്ടമേ പോയിരുന്നുള്ളൂ. ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം 2 വട്ടം പോയിരുന്നു. 2ാം വട്ടം അദ്ദേഹം 18 മണിക്കൂർ അവിടെ വിദ്യാർത്ഥികളോടൊപ്പം സമരം ചെയ്യുന്ന രോഹിത് വെമുലയുടെ അമ്മയോടും സഹോദരനോടുമൊപ്പം അവിടെ നിരാഹാരം അനുഷ്ഠിക്കുക വരെ ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധി മാത്രമല്ല, അവിടുന്ന് പല കോൺഗ്രസിന്റെ നേതാക്കളും രാജ്യത്താകമാനമുള്ള പല രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കളും ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ പോവുകയുണ്ടായി. അപ്പോൾ അവിടെ സ്ഥിതി സാധാരണഗതിയിലേക്ക് വന്നിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് പെട്ടെന്ന് ഇത്തരത്തിൽ പ്രൊഫസർ അപ്പാറാവ് അവിടേക്ക് വരികയും
ഇത്തരത്തിലുള്ള ഒരു സംഭവ വികാസങ്ങൾ കഴിഞ്ഞ 2 ദിവസത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ സംശയം വേണ്ട, തീർച്ചയായിട്ടും നമ്മൾ ഈ വിഷയങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ ഉണ്ടാവും. ഇവിടെ പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇപ്പോൾ ശ്രീ വി രാജേഷ് പറഞ്ഞു, ദളിത് വിദ്യാർത്ഥികളെ സംരക്ഷിക്കേണ്ടതിന് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനെ കുറിച്ചൊക്കെ സംസാരിക്കുകയുണ്ടായി. ഇവിടെ രാജ്യത്ത് ഏറ്റവും അധികം ദളിത് വിദ്യാർത്ഥികൾ പഠിക്കുന്ന കേന്ദ്ര സർവകലാശാലയാണ് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി. അപ്പോൾ ആ യൂണിവേഴ്സിറ്റിയിൽ ഇത്തരത്തിലുള്ള ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എങ്കിൽ എങ്ങനെയാണ് നമ്മൾ ദളിത് വിദ്യാർത്ഥികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നത്? രണ്ടാമത്തെ വിഷയം, കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസത്തിനുള്ള, അതായത് HRD മിനിസ്ട്രിക്കുള്ള ബഡ്ജറ്റ് അലോക്കേഷൻ കഴിഞ്ഞ ബഡ്ജറ്റിൽ 24% വെട്ടിക്കുറച്ചിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ ഈ സർക്കാരിന്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട്, ഇതുപോലെയുള്ള കേന്ദ്ര സർവകലാശാലകളോടുള്ള അവരുടെ സമീപനം വിളിച്ചോന്നാണ്. അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ച്, വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് ഒരു ദീർഘവീക്ഷണമോ ഒരു കാഴ്ചപ്പാടോ ഇല്ല എന്നുള്ളതാണ്. നമ്മുടെ ബഹുമാനായ നമ്മുടെ രാജ്യത്തിന്റെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു. ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചും അല്ലെങ്കിൽ രാജ്യത്തെ വിദ്യാഭ്യാസ രീതികളെക്കുറിച്ചുമൊക്കെ അതിനെ ദീർഘവീക്ഷണത്തോടു കൂടി കാണണമെങ്കിൽ മിനിമം യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസമോ അതിനെ നോക്കിക്കാണാനുള്ള ഒരു കാഴ്ചപ്പാടോ കഴിവോ ഉള്ള ആളുകൾ അവിടെ ഇരുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇവർ യൂണിവേഴ്സിറ്റിയുടെ ഒരു വൈസ് ചാൻസലറെ അവിടെ കൊണ്ടുപോയി ഇരുത്തേണ്ടത് ഇവരുടെ RSSന്റെയോ അല്ലെങ്കിൽ ചില നേതാക്കളുടെയോ ഒരു ഈഗോ പ്രശ്നമായിട്ട് എടുക്കുകയും വിദ്യാർത്ഥി സമരങ്ങളെ ഈ രീതിയിലേക്ക് കൈകാര്യം ചെയ്യുന്ന രീതിയും വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾക്ക് ഇടപെടേണ്ടി വരും. ഏതൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആളുകൾക്കോ അല്ലെങ്കിൽ ഏതൊരു രാഷ്ട്രീയ നേതാവിനും അവിടെ ഇടപെടേണ്ടി വരും. അത് രാഷ്ട്രീയം കളിക്കാനല്ല പോകുന്നത്. അവിടെ വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ അവിടെ പോയി അതിന് സംരക്ഷണം കൊടുക്കുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകന്റെയും ഏതൊരു വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെയും പ്രതിനിധിയുടെയും ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ ചെയ്യുക തന്നെ ചെയ്യും. തീർച്ചയായും ഞാൻ ഇടപെടുന്ന സമയക്കുറവുണ്ട്. ശ്രീ വി രാജേഷ്, നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. JNUവിൽ നിങ്ങൾ ഇടപെട്ടപ്പോൾ ഉണ്ടായതെന്താണ്? അവിടെ നിന്ന് ഒരുപാട് നേതാക്കൾ ഉയർന്നു വന്നു. കനയ്യകുമാറും ഉമർ ഖാലിദും അനിർബൻ ഭട്ടാചാര്യയും ഷെഹല റഷീദും ഒക്കെ ഇപ്പോൾ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളായി രാജ്യത്തിന്റെ ഭൂപടത്തിലുണ്ട്. നിങ്ങൾക്കെതിരായി ഒന്നിച്ചു നിന്ന് പലതരം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളിൽ പലതരം രാഷ്ട്രീയ ധാരകളെ പ്രതിനിധീകരിക്കുന്നവർ ഒന്നിച്ചു നിന്ന് പോരാടുകയാണ്. അതായത് ശക്തരായ ശത്രുക്കളെ ഉണ്ടാക്കുകയാണ് നിങ്ങൾ അവിടെ ചെയ്തത് എന്നർത്ഥം. ലോകത്തിലെല്ലായിടത്തും വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളോട് എതിരിട്ട് നിന്ന ഭരണകൂടങ്ങൾക്ക് ദോഷമാണ് ഉണ്ടായിട്ടുള്ളത്. അവർ തോറ്റുപോയിട്ടേ ഉള്ളൂ എന്നതാണ് രാഷ്ട്രീയം പറയുന്ന അറിയുന്ന ആളുകൾ പറയുന്നത്. തീക്കൊള്ളി കൊണ്ട് തലചൊറിയുകയാണ് BJP സർക്കാർ. ഈ വിദ്യാർത്ഥികളോട്, സർവകലാശാലകളോടുള്ള യുദ്ധം നിർത്തുന്നതാണ് നല്ലത് എന്നത് മനസ്സിലാക്കാത്തത് എന്താണ്? സനീഷെ, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. എന്തായാലും ഞങ്ങൾ ഇവരെ ആരെ ശത്രുക്കളായി കാണുന്നില്ല. കരുത്തരായ പ്രതിയോഗികളായോ എതിരാളികളായോ ഒക്കെ കാണുന്നു. നല്ലതാണ്. പോരാടി വളർന്നു വന്ന സംഘടന തന്നെയാണ് BJP. പിന്നെ ഉമർ ഖാലിദിനെയൊക്കെ നേതാവായിട്ട് സനീഷ് കാണുന്നത്, സനീഷിന്റെ കാഴ്ചപ്പാട് ഞാൻ എതിർക്കുന്നില്ല. ഞാൻ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയുന്നില്ല. ശ്രീ റോജി ജോൺ NSUവിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്നാണല്ലോ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട് പറയുന്നു, അദ്ദേഹം യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം ലഭിച്ച വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെക്കുറിച്ചും മൗലാന അബ്ദുൽ കലാമിനെ, അതായത് ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞു. റോജി ജോൺ ജനാധിപത്യത്തിന്റെ ബാലപാഠം പോലും മനസ്സിലാക്കാത്ത താങ്കളെയാണ് NSU പ്രസിഡന്റാക്കി ഇരുത്തിയിരിക്കുന്നത് എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് 44 സീറ്റിലേക്ക് അധപതിച്ചത്. 7ാം ക്ലാസ് മാത്രം പാസ്സായ VS അച്യുതാനന്ദൻ കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ താങ്കൾക്കറിയാം. ഞാൻ പറയട്ടെ, താങ്കൾ പറഞ്ഞപ്പോ ഞാൻ ഇടപെട്ടില്ലല്ലോ. ഞാൻ കേട്ടോണ്ടിരുന്നല്ലോ. താങ്കൾ അസംബന്ധം പറഞ്ഞാൽ നമുക്ക് കേട്ടോണ്ടിരിക്കാൻ സാധിക്കില്ല. ശ്രീ വി രാജേഷ്, ഞാൻ ഇടപെട്ടില്ലല്ലോ. അസംബന്ധം പറഞ്ഞാൽ അത് നമുക്ക് കേട്ടോണ്ടിരിക്കാൻ സാധിക്കില്ല. അദ്ദേഹം പറയട്ടെ. ശ്രീ റോജി ജോൺ, ശ്രീ വി രാജേഷ് തുടരാം. അസംബന്ധം താങ്കൾ ആദ്യം എഴുന്നള്ളിച്ചത്. ആദ്യം പരസ്പര ബഹുമാനം പഠിച്ചിട്ട് വേണം ചർച്ചയ്ക്ക് വരാൻ. താങ്കളുടെ വീട്ടിലിരുന്ന് അടുക്കളക്കാരെ സംസാരിക്കുമ്പോൾ ചാനൽ ചർച്ചയിൽ വരരുത്. അങ്ങനെയൊന്നും പറയേണ്ടുന്ന കാര്യം ഉണ്ടായിട്ടില്ല. ശ്രീ വി രാജേഷ്, നാടാർ മാന്യമായിട്ടുള്ള ഭാഷ ഉപയോഗിക്കണം. ഈ രീതിയിലുള്ള ഭാഷ ഉപയോഗിക്കരുത്. ഞാൻ ഉപയോഗിക്കുന്നത്. വി രാജേഷ്, താങ്കൾ അത്രക്ക് പ്രകോപിതനാകേണ്ടതൊന്നും അദ്ദേഹം പറഞ്ഞില്ല. ശ്രീ റോജി ജോൺ പറഞ്ഞില്ല എന്നാണ് എന്റെ ഒരു തോന്നൽ. അത്രക്ക് പ്രകോപിതനാകാൻ, അത്രക്ക് രൂക്ഷമായി ആക്രമിക്കാനൊന്നും അദ്ദേഹം പറഞ്ഞില്ല എന്നാണ് എന്റെ തോന്നൽ. താങ്കൾക്ക് തുടരാം. താങ്കൾക്ക് സമയമെടുത്ത് പറയാം. സനീഷും കൂടെ ചേർന്നുകൊണ്ട് തടസ്സപ്പെടുത്താതിരിക്കണ്ട. ഇല്ല, സനീഷ് ഇടപെട്ടില്ലല്ലോ. നമുക്ക് ഇനിയും ചർച്ചകളിൽ വരേണ്ടതാണല്ലോ, പരസ്പരം കാണേണ്ടതാണല്ലോ. അത്തരം ഭാഷകളിലേക്ക് പോകാതെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. അല്ല, അങ്ങനെ അവസാനിപ്പിക്കേണ്ട. അങ്ങനെയാണ്. എന്തായാലും ശരി തന്നെ. എനിക്ക് പറയാനുള്ള സമയം തരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റോജി ജോൺ മനസ്സിലാക്കേണ്ടത്, അക്ഷരാഭ്യാസം ഇല്ലാതിരുന്ന കാമരാജ് നാടാർ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായിരുന്നു.
ഇന്ദിരാഗാന്ധി കാമരാജ് നാടാരോട് അഭിപ്രായം ചോദിച്ചിട്ട് ഭരണകാര്യങ്ങൾ നിർവഹിച്ചിരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം പഠിക്കണം. ജനാധിപത്യത്തിൽ സ്മൃതി ഇറാനിയുടെ ഡിഗ്രി നോക്കിയിട്ട് ഞാൻ ചോദിക്കട്ടെ, സ്മൃതി ഇറാനി ഇന്ത്യൻ പാർലമെന്റിൽ പ്രസംഗിച്ചപ്പോഴേക്കും കേൾക്കുവാനുള്ള ത്രാണി പോലുമില്ലാതെ രാഹുൽ ഗാന്ധി ഇറങ്ങി ഓടിയില്ലേ? ഉദാഹരണ സഹിതം തെളിവ് സഹിതം മറുപടി പറയാൻ സോണിയാഗാന്ധിയുടെ നാവ് പൊങ്ങിയോ? സോണിയാഗാന്ധിയുടെ ഇന്ത്യയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുള്ള BJP ഗവൺമെന്റിന് അതുകൊണ്ട് റോജി ജോൺ ഇന്ത്യയുടെ ചരിത്രം പഠിച്ചിട്ട് NSUവിന്റെ പ്രസിഡന്റ് ആകണം. അല്ലെങ്കിൽ NSU ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വട്ടപൂജ്യമായിട്ട് മാറും. പാർലമെന്റിൽ പച്ചക്കള്ളം, പാർലമെന്റിൽ ഉളുപ്പില്ലാതെ പച്ചക്കള്ളം പറഞ്ഞ സ്മൃതി പാർലമെന്റിൽ പച്ചക്കള്ളം പറഞ്ഞ് തിരിച്ച് തെളിവുകൾ നിരത്തെ പേടിച്ചോടിയില്ലേ? നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശ്രീ വി രാജേഷ്, ശ്രീ റോജി ജോൺ, അവകാശ ലംഘനത്തിന് നോട്ടീസ് ആ ചർച്ചയിലേക്ക് പോയാൽ ഞാൻ ഇടപെടുകയാണ്. ശ്രീ വി രാജേഷ്, ശ്രീ റോജി ജോൺ, ഇത് ഒരു കോൺഗ്രസിന്റെയും BJPയും തമ്മിലുള്ള തർക്കമല്ല എന്ന് നേരത്തെ ശ്രീ മുഹമ്മദ് അഷ്റഫ് പറയുകയുണ്ടായി. അത് തന്നെയാണ് അതിന്റെ വസ്തുത. ഹൈദരാബാദ് സർവകലാശാലക്കകത്ത് നടന്ന സംഭവ വികാസങ്ങൾ നമുക്കറിയാവുന്നതാണ്. ഞാൻ സമയക്കുറവുകൊണ്ടാണ് ഇടപെട്ടത് കയറിയിട്ട്. ശ്രീ റോജി ജോൺ, ശ്രീ വി രാജേഷ്, ഡോക്ടർ TB മധു, ശ്രീ മുഹമ്മദ് അഷ്റഫ്, ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി. സർവകലാശാലക്കകത്തുള്ള പ്രതിഷേധം ശക്തിപ്പെടുകയാണ് എന്ന വിവരമാണ് ഇപ്പോഴും അവിടെ നിന്ന് ലഭിക്കുന്നത്. തെലങ്കാന മനുഷ്യാവകാശ കമ്മീഷൻ VC അപ്പാറാവുവിനോട് കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങളിൽ വിശദീകരണം ചോദിച്ചിട്ടുണ്ട് എന്ന വിവരവും ലഭിക്കുന്നു. സ്വാഭാവികമായും വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്കും ചർച്ചകളിലേക്കും പോകേണ്ടി വരും. വളരെ നന്ദി അതിഥികൾക്ക്. ഇടവേളയിലേക്ക്